ഒന്നാമതായി എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടം നല്ല ഉഷ്ണകാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ്. രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽക്കരിക്കലാണ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു വറക്കപ്പറയിൻ അലി റളിയല്ലാഹു അൻഹു. അടുത്ത ആളോട് നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? തൊട്ടടുത്ത ആള് ഉസ്മാൻ, അടുത്ത മരുമോനെ. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്മാഉൽ ജാഇ വഇർവാഉൽ ളമാൻ വൽകസാഉൽ ആരി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്. ഇസ്മാഉൽ ജാഇ, വല്ലാതെ വിശന്നിരിക്കുന്നതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വയറ് നിറച്ച ആഹാരം കൊടുക്കലാണ് നബിയേ. വിശന്ന് വലഞ്ഞതാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച ആഹാരം നൽകലാണ് നബിയേ. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ചാരം കൊടുക്കുക. ഇസ്ബാ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് നിറപ്പിക്കാതെ. നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് തുറപ്പിക്കുന്ന ആള് വയറ് നിറപ്പിക്കണം, പ്രത്യേക സുന്നത്താണ്. വയറ് നിറപ്പിക്കണം ആരുടെ? നോമ്പ് തുറക്കാൻ വന്നവന്റെ. പക്ഷെ വന്നവനോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വേണം. അല്ലാതെ മറ്റവൻ തുറപ്പിക്കാൻ എന്നാ പിന്നെ വയറ് മുഴുവൻ നിറച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവന്റെ നിക്കറുമൊക്കെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കാൻ പാടില്ല. മറ്റേ ആള് തുറപ്പിക്കുന്നവരുടെ സുന്നത്ത് എന്താണ്? അയാൾ വയറ് നിറപ്പിച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം വയറ് നിറപ്പിക്കണം. അതൊക്കെ സുന്നത്തായതില്ല. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക എനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്നതാരാ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ, എഴുന്നേപ്പിച്ച് നിർത്തും, പിന്നെ ഇടങ്ങേറാണ്ടി. വളരെ ശ്രദ്ധിച്ചോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ നിർത്തി പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു പോകും. രണ്ടാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, ഇർവാഉൽ ളമാൻ, ദാഹിച്ച് പരവശനായവന് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കലാണ്. ദാഹിച്ച് പരവശനായവന് നല്ല രീതിയിൽ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അവന്റെ ദാഹം ശമിപ്പിക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയുന്നു? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 20,000 ദിനാർ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടത്രേ. കിണർ കുത്തി കൊടുത്തു 20,000 ദീനാർ വെച്ചിട്ട്. എന്തിനാ? പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുടിപ്പിക്കുക. അതാണ് നിയ്യത്ത്. ഇർവാഉൽ ളമാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചൂടുള്ള സമയത്ത് ചട്ടഞ്ചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചാളുകൾ അതിലെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക? വെള്ളം കൊടുക്കുക. മുസ്ലിമിന് അമുസ്ലിമിന് എല്ലാവർക്കും കൊടുത്തു. വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം, നല്ല കാശുകാർ എന്ത് ചെയ്യുക? ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജംഗ്ഷന് വന്നാൽ മതി. എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര കൂലിയാണ്, വലിയ കൂലിയാണ്. നമ്മൾ അറിയൂല. പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാഹിച്ച് പരവശനായവന് വെള്ളം വയറ് നിറച്ചു കൊടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർത്തോണം ഈ മൂന്ന് കാര്യങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ്. വസ്ത്രമില്ലാത്തതാകുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാരെ കണ്ടുപിടിച്ചുകൊണ്ടവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്, പുതുവസ്ത്രം കൊടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3 പേര് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉമർ? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കഴിഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ്. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുക, വന്നഹി അനിൽ മുൻകർ, തിന്മ കൊണ്ട് ജനങ്ങളോട് വിരോധിക്കുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അല്ലാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, റബ്ബിന്റെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്തുക. ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക. വൽ ഖിയാമു ബി അംരില്ലാഹ്, അത് നടപ്പിൽ വരുത്തുക. ഇത് മൂന്ന് പേരുടെയും ഓരോ വർത്തമാനം കേട്ടു. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്, അബൂബക്കറെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അതാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അമൽ. നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മാർഗമാണ്. فقال أبو بكر الصديق رضي الله عنه, أبو بكر الصديق رضي الله عنه പറയുകയാണ്, يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, النظر إلى وجهك وجمع المال للإنفاق عليك والتوسل بقرابتك. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളുടെ മുഖത്ത് നോക്കലാണ്. അന്നളറു ഇലാ വജ്ഹിക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, നബിയേ, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. ഹിമവത്താതെ കണ്ണ് തുറന്നുകൊണ്ട് തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. വന്ന വജ്മഉൽ മാൽ ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി വ്യാപകമില്ലാതെ അധ്വാനിക്കലാണ് നബിയേ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്താലും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള നിയ്യത്താണ്. എന്റെ രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ്, തങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ്. തീർന്നില്ല, തീർന്നില്ല. തങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ പ്രീതി കാംക്ഷിച്ചെടുക്കലാണ്. ഇത് മൂന്ന് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യസറഊന ഫീ വയഹ്സുദൂന ഫീ ദാലികൽ യൗം. ഖബറിൽ കണ്ട അത്ഭുതമേതെന്നറിയുമോ സാബ? ഖബറിൽ അവർ കൃഷി ഇറക്കുകയാണ്, അതേ ദിവസത്തിൽ തന്നെ അതാ കൊയ്തെടുക്കുകയാണ്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത്, ഹുമുൽ മുഹാജിറൂൻ, ഹുമുൽ മുഹാജിറൂൻ വൽ അൻസാർ. അവർ മുഹാജിറുകളാണ് നബിയേ, അവർ അൻസാറുകളാകുന്ന സ്വഹാബത്താണ് നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലയോ മുഹാജിർ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ഹിജ്റ പോയ മറ്റൊരു വ്യക്തിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സതീർത്ഥനല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ? നമ്മളും പ്രവാചകരെ സ്നേഹിക്കണേ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സകാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ സുഹൃതങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാം ഹബീബായ നബി തങ്ങളെ കാണാനുള്ളതാണ്, ആ പ്രവാചകരെ ദർശിക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് കാണാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകിയില്ല എങ്കിൽ ആഖിറത്തിലെങ്കിലും അല്ലാഹ് ഞങ്ങൾക്ക് ആ ഹബീബിനോടൊപ്പം ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോലും തന്റെ വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്, ലൈലത്തു അബീ ബക്കർ, ലൈലത്തു അബീ ബക്കർ ഖൈറും മിൻ ഉമരി. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയാണ്, ഒറ്റ രാത്രിയാണ്. ഏതാണ് ആ രാത്രി സഹോദര? ഏതാണ് ആ രാത്രി സഹോദരി? ഹബീബായ നബി തങ്ങളുടെ കൂടെ കടക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ രാത്രിയല്ലയോ, രാത്രിയല്ലയോ? സൗറിന്റെ മുഖത്തേക്കെത്തി, സൗർ ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ലാ തൻസിൽ ഹത്താ ദുഖുല യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കടക്കണ്ട നബിയേ, തങ്ങളെ പ്രവേശിക്കരുത് നബിയേ.